സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇനിയും വൈകും. ശമ്പളം തിങ്കളാഴ്ചയോടെ മാത്രമേ കിട്ടിത്തുടങ്ങൂ. ETSB അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാനാകാത്തതാണ് കാരണം. ഓൺലൈൻ ഇടപാടും നടക്കുന്നില്ല. അതേസമയം പ്രതിസന്ധിക്കിടെ സർക്കാർ ധൂർത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയാണ്. തിങ്കളാഴ്ച മുതൽ കിട്ടിത്തുടങ്ങും എന്നേ പറയുന്നുള്ളൂ. ചില സാങ്കേതിക തകരാറുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ധനപ്രതിസന്ധി തന്നെയാണോ ഇതിന് കാരണം? രോഹിണി, അത്തരത്തിൽ തന്നെ വിലയിരുത്തലാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യം. ഇതിനിടയിലാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ പെൻഷൻ ഒപ്പം തന്നെ ശമ്പളം ആദ്യമായി മുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെയോടുകൂടിയാണ് ഇവർക്ക് ആദ്യ വിഭാഗങ്ങൾക്ക്, അതായത് ഏറ്റവും 1 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടേണ്ടത്. പക്ഷേ ഈ ജീവനക്കാർക്കാണ് ആദ്യഘട്ടത്തിൽ ശമ്പളം നൽകാൻ കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 97,000-ഓളം പേർക്ക് ഇന്നലെ കിട്ടേണ്ടിരുന്ന ശമ്പളം ഇന്നും പലരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് ശമ്പളം തുടർച്ചയായി മുടങ്ങിയത് എന്നുള്ളൊരു ആക്ഷേപമാണ് ജീവനക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ETSB അക്കൗണ്ട് മരവിപ്പിച്ചത് പണമില്ലാത്ത സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ETSB അക്കൗണ്ട് മരവിപ്പിച്ചത് പണമില്ലാത്ത പ്രതിസന്ധി കാരണമായിരുന്നു എന്ന് തന്നെയാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഈ സാഹചര്യത്തിൽ ട്രഷറിയിലേക്ക് പണം എത്തിക്കാൻ തിരക്കിട്ട നീക്കം കൂടി സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അല്ലെങ്കിൽ പണം ശേഖരിച്ച് പ്രശ്ന പരിഹാരം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. ലാഭവിഹിതവും നീക്കിയിരിപ്പം ട്രഷറിയിലൂടെ നിക്ഷേപിക്കണം എന്നൊരു നിർദ്ദേശം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തലത്തിൽ നിന്നും ധനവകുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാർ ജീവനക്കാർ നടത്തുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രത്യക്ഷ സമരവും പ്രതിഷേധവും ഒക്കെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരെ പരിഗണിക്കാതെ സംസ്ഥാന സർക്കാർ ആർഭാടവും ദൂർത്തും നടത്തുകയാണ്. ഒപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടക്കം കോടികളെടുത്ത് മറ്റ് പദ്ധതികൾക്കും മറ്റ് ചെലവുകൾക്കുമായി ചെലവഴിക്കുന്നു എന്നൊരു വിമർശനം കൂടി ഈ സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ സർക്കാർ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തൂ എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വരും മാസങ്ങളിലും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് സർക്കാരിന് തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ശാലിനി, അങ്ങ് ഏറ്റവും ഗുരുതരമായ ഒരു ധനപ്രതിസന്ധിയാണ് കേരളം ഇപ്പോൾ നേരിടുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നതും ആദ്യമായിട്ടാണ്. പക്ഷേ സർക്കാർ, നേരത്തെ ശാലിനി തന്നെ സൂചിപ്പിച്ചതുപോലെ, സർക്കാർ ധൂർത്ത് തുടരുകയാണ്. കേരളീയം നവകേരള പരിപാടികൾക്കൊക്കെയായി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചത്. എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഷേധ സ്വരമുയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും പ്രതിരോധവും ഒക്കെ സർക്കാരിന് ഇതിനെതിരെ തീർക്കേണ്ടിയും വരും. പക്ഷേ ഇതെങ്ങനെ മറികടക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. രോഹിണി, അതുതന്നെയാണ് ഏത് രീതിയിൽ ഈ പ്രശ്നപരിഹാരം നടത്താമെന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, സർക്കാർ ജീവനക്കാർ തന്നെ സർക്കാരിനെതിരെ ചെയ്യുന്ന ഒരു സാഹചര്യം, ധനപ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം. അതേസമയം തന്നെ ഈ ഖജനാവിൽ നിന്ന് വിവിധ ഫണ്ടുകൾ ഉൾപ്പെടെ വകമാറ്റിക്കൊണ്ട് സർക്കാരിന്റെ ആർഭാടവും ദൂർത്തും ഒരു ഭാഗത്ത് തുടരുകയാണ്. നവകേരള കേരളീയം പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടത്തുന്നു. ഒടുവിൽ മുഖാമുഖം പരിപാടിക്കായി പബ്ലിസിറ്റിക്ക് മാത്രമായി 10 കോടിയിലധികം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ 7 മാസമായി മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെ വിവിധ പദ്ധതികൾക്കും വിവിധ ക്ഷേമ പദ്ധതികൾക്കും പണമില്ല. ഒടുവിൽ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ജോലി ചെയ്തതിന് ശമ്പളം പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നൊരു വിമർശനത്തിന് കൂടി സർക്കാർ ഇപ്പോൾ വേദിയാവുകയാണ്, അല്ലെങ്കിൽ സർക്കാർ അതുകൂടി ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അവർ പറയുന്നത് 4,000 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് വിനിയോഗിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഈ അക്കൗണ്ടിൽ ETSB അക്കൗണ്ട് മരവിപ്പിച്ച് ഈ പണം അവിടെ തന്നെ നിലനിർത്തി തിങ്കളാഴ്ചയോടുകൂടി വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകാൻ ധനവകുപ്പോ ധനമന്ത്രി ഇതുവരെ തയ്യാറാകാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് സർക്കാർ ജീവനക്കാർ തന്നെ ഈ ശമ്പളം മുടങ്ങിയതിനെതിരെ രംഗത്തെത്തി പറയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളമില്ല. ശമ്പളം മുടങ്ങുന്നത് ചരിത്രത്തിലാദ്യം. തിങ്കളാഴ്ച മുതൽ ശമ്പളം കിട്ടിത്തുടങ്ങുമെന്നാണ് സർക്കാർ വിശദീകരണം. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.